Hi all, welcome back to XNY Learning. So NSMC National Science and Maths Championship 2026-നുള്ള തുടക്കം നമ്മൾ കുറിച്ച് കഴിഞ്ഞു. സോ അതിന് 9th മാത്സിലെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ NSMC എന്ന് പറയുന്നത് XNY ലേണിംഗും അതേപോലെ തന്നെ അത് ഹിന്ദുവുമായി പാർട്ണർപ്പ് ചെയ്ത് നടത്തുന്ന ഒരു നാഷണൽ ലെവലിലുള്ള എക്സാം ആണ്. ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന എക്സാം ആണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ബ്രില്യൻറ്റ് സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ലെവലൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ ഒരുപാട് ആകർഷകമായിട്ടുള്ള പ്രൈസസും കാര്യങ്ങളും, ലാക്സ് വേർത്തുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു NSMC എക്സാമിലൂടെ ലഭിക്കുന്നുണ്ടാവും. അതേപോലെ നമ്മളുടെ ഫൗണ്ടേഷനിലേക്ക് വിത്ത് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാനൊക്കെ NSMCയിലൂടെ പോസിബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് തന്നെ 9th ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. സോ ഓരോ ചാപ്റ്ററിനും കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്ലാസ്സസ് വാച്ച് ചെയ്യുക, സിലബസ് അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ NSMC നല്ലപോലെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഞാനിതാ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ ക്ലാസ് 9th നമ്പർ സിസ്റ്റംസ് എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, റൈറ്റ്? സോ ഞാൻ മൂവിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് among the following statement is incorrect? ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. 1 is the smallest whole number. 0 is the smallest whole number. Every natural number is a whole number. Sum of two whole numbers is a whole number. സോ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും എന്താണ്, ഒരേപോലത്തെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? 1 is the smallest whole number, 0 is the smallest whole number. ഏതാണ് സ്മോളസ്റ്റ് ഹോൾ നമ്പർ? നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, റൈറ്റ്? നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ്, റൈറ്റ്? നമുക്കറിയാം 1 2 3 4 5 ഇങ്ങനെ പോകുന്ന, നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും, എണ്ണാൻ യൂസ് ചെയ്യുന്ന, കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എന്താ ഹോൾ നമ്പേഴ്സ്? ഹോൾ നമ്പേഴ്സ് നമുക്കറിയാം ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു സീറോയും കൂടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കും, റൈറ്റ്? 0 1 2 3 4 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് എന്ത്, ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 1 is the smallest whole number എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 ആണോ സ്മോളസ്റ്റ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്? അല്ല, 0 ആണ് സ്മോളസ്റ്റ് ഹോൾ നമ്പർ. സോ 0 ആണ് സ്മോളസ്റ്റ് ഹോൾ നമ്പർ. അപ്പോൾ എല്ലാവരും ഓപ്ഷൻ ബി ആണോ കൊടുക്കുക? അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കണം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. അത് ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് ജസ്റ്റ് ബൈ ലുക്കിംഗ് നമുക്ക് പറയാൻ പറ്റണം, റൈറ്റ്? അപ്പോൾ ഈ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഈ നമ്പേഴ്സിനെ കുറിച്ച്, എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്, എന്താണ് ഹോൾ നമ്പേഴ്സ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ എന്താണ് റാഷണൽസ്, ഇറാഷണൽസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, റൈറ്റ്? സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി എന്താണ്, റൈറ്റ്? ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഇൻറ്റിജേഴ്സ് ആർ ദർ. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, സീറോ ഉണ്ട്. ഏതൊക്കെയാണ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്? 0 ഞാൻ അവിടെ കൊടുത്തു. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 എക്സെട്ര അങ്ങനെ പോകുന്ന ഇൻറ്റിജേഴ്സ് ആണ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെ, നമ്പർ ലൈനൊക്കെ വരച്ച് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് -1 അല്ലെങ്കിൽ -1 -2 -3 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് എന്ത്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. സോ നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് 0 ഇതെല്ലാം എന്താണ്, ഇൻറ്റിജേഴ്സ് ആണ്. 0 നമ്മൾ എന്താ പറയുക, 0 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 0 പോസിറ്റീവും നെഗറ്റീവും അല്ല, ബട്ട് 0 ഈസ് എൻ ഇൻറ്റിജർ എന്ന് നമുക്ക് പറയാൻ പറ്റും, റൈറ്റ്? ഇൻറ്റിജേഴ്സ് നമുക്കറിയാം. ഇനി എന്താ പറയുക, റാഷണൽ നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, റൈറ്റ്? റാഷണൽ നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഹോൾ നമ്പേഴ്സ്, എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ട്രീ പോലെയൊക്കെ വരച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ക്ലാസ് 9 ചാനലിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടും ഈ നമ്പേഴ്സിനെ കുറിച്ച്, റൈറ്റ്? അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഇൻറ്റിജേഴ്സ് ഡിസ്കസ് ചെയ്തു, റൈറ്റ്? ഇൻറ്റിജേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഇൻറ്റിജേഴ്സിൻ്റെ കൂടെ ആരും കൂടെ വരും അറിയാം? ഇൻറ്റിജേഴ്സിൻ്റെ ഒക്കെ ബിറ്റ്വീൻ ആയിട്ട് ആരൊക്കെ ഉണ്ടാവും? ഇപ്പോൾ 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിട്ട് 1/2 ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ? 1/2 അല്ലെങ്കിൽ 0.5 ഉണ്ട്, റൈറ്റ്? ആ 0.5ന് അപ്പോൾ നമ്മൾ എന്ത് നമ്പർ എന്നാ പറയാം? ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ആരുണ്ട്, 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ആ 1.5 എവിടെയാണ്? 1ൻ്റെയും 2ൻ്റെയും ബിറ്റ്വീൻ ആയിട്ട്. അപ്പോൾ ആ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് പറയും? അങ്ങനെയുള്ള നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ ഫ്രാക്ഷൻസ് എന്ന് അല്ലെങ്കിൽ നമുക്ക് പറയാം P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ എവിടെ കൊടുക്കും, റൈറ്റ്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് എന്ത്, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ P/Q എന്ന് പറയുമ്പോൾ എന്താ, പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്. P and Q are integers and Q not equal to 0 എന്ന് നമ്മൾ പറയും. ഓക്കെ,
ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക. അതായത് ഇപ്പോൾ 1/2 എന്ന് നമ്മൾ പറഞ്ഞാൽ റാഷണൽ ആണ്. 1 എന്ന് പറഞ്ഞാലും റാഷണൽ ആണ്. കാരണം എന്താ, 1 ഓൾറെഡി ഒരു ഇൻറ്റിജർ ആണ്. എല്ലാ ഇൻറ്റിജേഴ്സും എന്താണ്, റാഷണൽ ആണ്. സോ അതുകൊണ്ട് തന്നെ 1 ഒരു റാഷണൽ ആണ്. ഇനി 2/3 എന്ന് ഞാൻ പറഞ്ഞു, ഇനി 66/25 ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഫ്രാക്ഷൻസ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്ന P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരെ ഞാൻ എന്ത് പറയും, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ റാഷണൽ ഇങ്ങനെ ഓക്കെ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നവരെ ഞാൻ റാഷണൽ എന്ന് പറഞ്ഞു. ഇനി എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ ഇങ്ങനെ? യെസ്, ഓഫ് കോഴ്സ് ഉണ്ട്. അവരെ നമ്മൾ എന്ത് പറയും, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. റൈറ്റ്, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന എക്സാമ്പിൾസ് ഉണ്ട്. √2, √3, പൈ അല്ലെങ്കിൽ √5 ഇതൊക്കെ എന്താണ്, ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റാത്ത ആൾക്കാരെ, കനോട്ട് റൈറ്റ്, ഞാൻ ജസ്റ്റ് ഒരു ക്രോസ് കൊടുക്കുന്നുണ്ട്, നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. അതായത് ഇങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറയും, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, റൈറ്റ്, യെസ്. എക്സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു നമ്പർ എഴുതാണ് 5.64701635 ഇങ്ങനെ റാൻഡമായിട്ട് കുറേ ഡിജിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, റാൻഡമായിട്ട് ഞാൻ ഇപ്പോൾ കുറേ ഇങ്ങനെ ഈ 5 പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 6 എഴുതി, 4 എഴുതി, 7 എഴുതി, 0 എഴുതി, അങ്ങനെ റാൻഡമായിട്ട് അടുത്ത നമ്പർ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇങ്ങനെ പ്രത്യേക റിപ്പീറ്റേഷൻ ഒന്നും ഇല്ലാത്ത കുറേ നമ്പേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ നമ്പേഴ്സ് ആണെങ്കിൽ എന്താ, എൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്, എൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ റിപ്പീറ്റേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റില്ല, ഇങ്ങനെ P/Q എന്നുള്ള ഫോമിലേക്കാക്കി മാറ്റി എഴുതാൻ പറ്റില്ല, ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ആൾക്കാരും എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മളുടെ ആ നമ്പർ ലൈനിൽ അല്ലേ, നമ്മളുടെ ആ നമ്പർ ലൈനിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലേ. ഈ 5.64 ഇത് എവിടെ ഉണ്ടാവുക, 5ന്റെയും 6ന്റെയും ബിറ്റ്വീൻ ആയിട്ട് ഇങ്ങനെ ഒരു നമ്പർ എന്തായാലും ഉണ്ടാവും. ഈ ഒരു നമ്പർ എൻഡ് ചെയ്യുന്നില്ല, ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോയിന്റ് കഴിഞ്ഞിട്ട് കുറേ നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സും നമ്മളുടെ നമ്പർ ലൈനിലുണ്ട്. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പേരിട്ട് വിളിച്ചിട്ടുള്ളത്. യെസ്, സോ റാഷണലായി നമ്മൾ ഈ എല്ലാ സെറ്റും എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ എന്ത് പറയും, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. യെസ്, അപ്പോൾ ഈ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ ഒരു ടോട്ടൽ ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ നമ്പേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ നമ്മളുടെ 9th ചാനലിൽ തന്നെ എന്തുണ്ട്, ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. റൈറ്റ്, അതേപോലെ തന്നെ നമ്മളുടെ NSMCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന ആളാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ക്ലാസ്സസും വീഡിയോസും ഒക്കെ ഇനി നിങ്ങൾക്ക് വരാനുണ്ട്. ഓക്കെ, NSMC ഒക്കെ ക്വാളിഫൈ ആണെങ്കിൽ, നിങ്ങൾ പ്രൈസ് ഒക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. റൈറ്റ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് 0.423 ഈസ് 0.423ൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ എഴുതണം? 0.423നെ മാറ്റിയിട്ട് എന്താക്കി മാറ്റണം? യെസ്, ഇത് ആക്ച്വലി 0.423 ബാർ എന്നാണ് കേട്ടോ. ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് വന്നാണ്. 0.423 ആൻഡ് മുകളിൽ ഒരു ബാർ ഉണ്ട്. ആ ബാർ ഉണ്ട്, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, അതായത് 0.423 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ 0.423 ഇങ്ങനെ ഈ 423 റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, 0.423 ബാർ എന്ന് പറഞ്ഞിട്ട്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ 0.3 ബാർ ആണെങ്കിലോ, ഇതിന് നമുക്ക് എന്താ പറയാൻ പറ്റുക, 0.3333 എക്സെട്ര 3 ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാമല്ലേ 0.333 എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി അത് 1/3 ആണ്. ഓക്കെ, 1/3 ആണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ 0.333 എന്നുള്ളതിനെ 1/3 ആക്കി മാറ്റി എഴുതാൻ പറ്റുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ 0.423 ഇങ്ങനെ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന നമ്പറിനെ ഇങ്ങനെ ഒരു ഫ്രാക്ഷണൽ ഫോമിലേക്ക്, ഇതിൽ ഓപ്ഷനിലെല്ലാം ഫ്രാക്ഷൻസ് ആണ് അല്ലേ, ആ ഫ്രാക്ഷണൽ ഫോമിലേക്ക് നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. എങ്ങനെയാണ് മാറ്റാൻ പറ്റുക ഞാൻ കാണിച്ചു തരാം. റൈറ്റ്, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എന്ത് ചെയ്യാം, പോയിന്റ് ഇപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ആൻസർ ഒന്ന് പറഞ്ഞുതരാം. 0.423 ബാർ എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ എന്തായിരിക്കും അറിയോ, 423 ഡിവൈഡഡ് ബൈ 999 ആയിരിക്കും. യെസ്, ഓക്കെ, അതായത് നിങ്ങൾ നോക്കുക 0.3 ബാർ ആയ ടൈമിൽ അത് എന്തിനോട് ഈക്വൽ ആണെന്നറിയാം, 0.3 ബാർ എന്ന് പറയുന്നത് 3/9 ഈക്വൽ ആണ്. 3/9 ഈക്വൽ ആണ്. 3/9 ആണ് 1/3 ആയിട്ട് വരുന്നത്. റൈറ്റ്, ഇനി നിങ്ങൾ വിചാരിക്കുക 0.54 എന്ന് പറയുന്ന ആൾ ഇങ്ങനെ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. 0.54 അങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള നമ്പർ ആണെങ്കിൽ നിങ്ങൾ നോക്കുക, ദിസ് ഇസ് ആക്ച്വലി 54 ഡിവൈഡഡ് ബൈ 99. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു, 0.423 ബാറിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 423/999.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? 0.3 എന്ന് പറയുന്ന സമയത്ത് 0.3 ബാർ 3 മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന കേസിൽ 3/9 ആണ് അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം. 0.54 എന്ന് പറയുന്ന 2 ഡിജിറ്റ്സ് അവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്ന് പറഞ്ഞാൽ 54/99. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക 0.423 3 ഡിജിറ്റ് റിപ്പീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഫ്രാക്ഷണൽ 423/999. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 ഡിജിറ്റ് ഉണ്ടെങ്കിലോ 0.5671 ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. 0.5671 5671 അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രാക്ഷണൽ ഫോം എന്തായിരിക്കും? 5671 ഡിവൈഡ് ബൈ 9999 4 9 വരും അല്ലേ? ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒറ്റ ഡിജിറ്റ് റിപ്പീറ്റ് ആവുന്ന കേസിൽ 3/9 ഒരു 9 വന്നു, റൈറ്റ്. 2 ഡിജിറ്റ് റിപ്പീറ്റ് ആവുന്ന കേസിൽ എന്താ വന്നത്? 54/99 2 9 വന്നു. 3 ഡിജിറ്റ് ആണ് ഇവിടെ റിപ്പീറ്റ് ആവുന്നത്, അപ്പോൾ 999. 4 ഡിജിറ്റ് റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ 4 9 അവിടെ വരും. ഓക്കെ, അങ്ങനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് മേ ബി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരാം. എങ്ങനത്തെ ക്വസ്റ്റ്യൻ? 0.257 ഇങ്ങനെ നോക്കാം. 0.2 ഇപ്പോൾ നമ്മളൊരു കേസ് പറഞ്ഞു, ഒരു സെറ്റ് സംഭവം നമ്മൾ പറഞ്ഞു. ഇനി 0.2 കഴിഞ്ഞിട്ട് 57 മാത്രം റിപ്പീറ്റ് ആയിട്ട് വരുന്ന കേസ് വരാം, റൈറ്റ്. ഇങ്ങനെ നോക്കാം, ഇവിടെ നോക്കാം 57 ഇങ്ങനെ 57 മാത്രം റിപ്പീറ്റ് ആയിട്ട് പോകുന്ന കേസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് നമുക്ക് പഠിച്ചു വെക്കണം, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യാം? 0.3ൻ്റെ കേസ് പറഞ്ഞുതരാം. 0.3 എങ്ങനെയാണ് നമുക്ക് ഈ 3/9 ഫോമിലേക്ക് മാറ്റാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ എക്സ് എന്ന് പറയും, റൈറ്റ്. എക്സ് ഈക്വൽ ടു 0.333 എക്സെട്ര, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0.3 ബാർ എന്ന് കൊടുക്കാം. അതിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, എക്സ് എന്ന് വിളിച്ചു, റൈറ്റ്. ഇനി നോക്കുക, ഞാൻ വെറുതെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ എക്സിനെ 10 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. സോ 10x എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 3.333 എക്സെട്ര ഇങ്ങനെ വരും. അതായത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിന്റ് എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരും, റൈറ്റ്. നമ്മൾ പഠിക്കുന്ന 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡെസിമൽസിനെ. സോ ഇതെന്താണ് ആക്ച്വലി? 3 + 0.333 എക്സെട്ര. 3ൻ്റെ കൂടെ ഈ 0.333 ആഡ് ചെയ്ത് പോകുന്നതാണ്. ആക്ച്വലി ഈ 0.333 എന്താണ്? ആക്ച്വലി ഈ എക്സ് തന്നെയാണ് എന്ത്? 0.333 എന്ന് പറയുന്നത്. സോ ഇതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? എക്സ് കൊടുത്തൂടെ? അപ്പോൾ 3 + x എന്നായിട്ട് മാറിയില്ലേ? അതായത് നമുക്ക് എന്താ കിട്ടിയത്? 10x എന്ന് പറയുന്നത് 3 + x എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് നമുക്ക് സോൾവ് ചെയ്തൂടെ? ചെയ്യാം. ഈ എക്സിന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? 9x = 3 എന്ന് വരും. അപ്പോൾ x = 3/9 എന്ന് വരും. 3/9 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1/3 ആണ്. സോ എക്സ് നമുക്ക് എന്താണെന്ന് കിട്ടും? അല്ലെങ്കിൽ 0.3 ബാർ എന്ന് പറയുന്നത് 1/3 ഈക്വൽ ആണ്. ഈസിലി നമുക്ക് പറയാൻ പറ്റൂലേ? യെസ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 0.423 അല്ലേ? യെസ്, 0.423 ബാറിന് പകരം ഞാൻ എന്ത് കൊടുക്കാം? ഇവിടെ ഓക്കെ, ഇതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ ദിസ് ഇസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ 10x എടുത്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 10x എടുത്താൽ എനിക്ക് 4.23 എന്നാ കിട്ടാം. പക്ഷേ 10x എടുത്തു കഴിഞ്ഞാൽ 4.23 ഇങ്ങനെ വരാം. 4.23 കിട്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? എനിക്ക് എന്ത് ചെയ്യാം? 1000x എടുക്കാം. ഈ കേസിൽ 1000x എടുക്കാം. കാരണം എന്താ? ഇവിടെ 3 ഡിജിറ്റ്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ആ കേസിൽ ഞാൻ 1000x ആണ് എടുക്കുക. അപ്പോൾ 1000x എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നമ്പറിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 423.423 ഇങ്ങനെയായി മാറും അല്ലേ? ഈ പോയിന്റ് എന്നുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും, റൈറ്റ്. 3 ഡിജിറ്റ് അങ്ങോട്ടേക്ക് പോകും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സോ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇനി ആക്ച്വലി ഈ ഒരു സംഭവം 0.423 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തന്നെയാണ്, എക്സ് തന്നെയാണ്. സോ അതിന് പകരം ഞാൻ എക്സ് എന്ന് കൊടുക്കും. സോ ദിസ് ഇസ് ആക്ച്വലി 423 + x എന്ന് വരും, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെ ഇതിപ്പോൾ 1000x ആണ്. സോ ഈ എക്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ഒരു എക്സ് അവിടെ നിന്ന് കുറയും. സോ 999x = 423 എന്നും x = 423 ഡിവൈഡഡ് ബൈ 99 എന്ന് വരും, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 423/999. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. സോ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ മേ ബി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 0.423 ജസ്റ്റ് ആ ഒരു 423 മുഴുവനായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ 0.3 ആ 3 ഫുള്ളായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ, ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ജസ്റ്റ് ബൈ 9 അല്ലെങ്കിൽ ബൈ 99 അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ 0.245
റൈറ്റ്. ഈ 4 5 മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ വേറെ നമ്പറും ഉണ്ട്. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം, ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. റൈറ്റ്. ഇങ്ങനെ എക്സ് ആക്കി എടുക്കുക. 10x എടുക്കണോ 100x എടുക്കണോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ നമ്പർ നോക്കിയിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്. യെസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇഫ് √7 - 1 ഡിവൈഡ് ബൈ √7 + 1 minus √7 + 1 divided by √7 - 1 is equal to a plus b √7. Find the product AB. AB എന്നുള്ള ആ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതിനെ നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ഫോമിലേക്ക് എഴുതണം. റൈറ്റ്. എന്നിട്ട് എ ബിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ √7 - 1 ഡിവൈഡഡ് ബൈ √7 + 1. ഓക്കെ, മൈനസ് √7 + 1 ഡിവൈഡഡ് ബൈ √7 - 1. ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. റൈറ്റ്. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ യെസ് ഇത് ആക്ച്വലി എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, √7 - 1 ഇൻറ്റു എന്ത് വരും, ഈ √7 - 1 വന്ന് വരും. അതായത് √7 - 1ൻ്റെ സ്ക്വയർ. പിന്നെ ഇവിടെ ആരുണ്ട്, ഒരു മൈനസ് ഉണ്ട്. റൈറ്റ്. സോ മൈനസ്, പിന്നെ ഉള്ളത് √7 + 1 ആണ്. സോ അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് ചെയ്യുന്നത്, നോക്കിക്കോട്ടോ. √7 + 1 ഇൻറ്റു √7 - 1. യെസ്, ആ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, മുകളിൽ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ കിട്ടും എനിക്ക്. യെസ്. ഇനി എന്താണ് √7 - 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്? √7 - 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a + b ഹോൾ സ്ക്വയർ, a - b ഹോൾ സ്ക്വയർ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. a - b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ - 2ab + b സ്ക്വയർ. റൈറ്റ്. സോ 7 - 2 √7 എന്ന് വരും. 2 × √7 × 1 എന്ന് വരും. റൈറ്റ്. പ്ലസ് ആരും കൂടെ വരും, 1 സ്ക്വയർ എന്ന് വരും. റൈറ്റ്. √7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, 7 ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരെ 7 എന്ന് എടുത്തത്. ഓക്കെ, -2 × √7 × 1 എന്ന് വരും. അതാണ് -2 √7 + 1 സ്ക്വയർ എന്ന് വരും. അതിന് ഞാൻ 1 എന്ന് കൊടുത്തു. ഇനി മൈനസ്, ഓക്കെ, ഇത് മുഴുവൻ ഒരു ബ്രാക്കറ്റിൽ മൈനസ് ആരും കൂടെ ഉണ്ട്, √7 + 1ൻ്റെ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ എന്താ വരിക, നമുക്കറിയാം 7. √7ൻ്റെ സ്ക്വയർ 7. 7 + 2ab അല്ലേ. 2ab എന്ന് പറയുമ്പോൾ 2 √7 × 1, അതായത് 2 √7 + 1 സ്ക്വയർ, 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്, √7 + 1 × √7 - 1. √7 + 1 × √7 - 1 ഏത് ഫോമില നിങ്ങൾ നോക്കുക. റൈറ്റ്. ഏത് ഫോമില നമുക്കറിയാം, a സ്ക്വയർ - b സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b × a - b ആണ് അല്ലേ. a - b ആണ്. ഇവിടെ കിടക്കുന്ന ആരാ, √7 + 1 √7 - 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്ക് പകരം ഞാൻ √7ഉം ഇവിടെ 1ഉം കൊടുത്തു കഴിഞ്ഞാൽ, ബിക്ക് പകരം 1ഉം കൊടുത്താൽ ഇതെന്താണ് ആക്ച്വലി, √7 + 1 √7 - 1 എന്ന് പറഞ്ഞാൽ a + b × a - b ഫോമിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, a സ്ക്വയർ - b സ്ക്വയർ കൊടുക്കാം. സോ ഇവിടെ എന്ത് ചെയ്യാം, a സ്ക്വയർ എന്ന് പറഞ്ഞാൽ √7ൻ്റെ സ്ക്വയർ. റൈറ്റ്. √7ൻ്റെ സ്ക്വയർ - b എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ -1ൻ്റെ സ്ക്വയർ ഇങ്ങനെ കിട്ടും. യെസ്. നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിൽ എന്ത് സംഭവിക്കും, ആ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. 7 - 2 √7 + 1 മൈനസ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ -7 എന്ന് പറഞ്ഞാൽ 7 ആണ്, -7. ഓക്കെ, -2 √7 എന്ന് പറഞ്ഞാൽ -2 √7 ആൻഡ് അഗെയിൻ -+1 എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ √7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 ആണ്, -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. യെസ്. എന്ത് കിട്ടും നമുക്ക്, 7ഉം -7ഉം ക്യാൻസൽ ആവും, +1ഉം -1ഉം ക്യാൻസൽ ആവും. ബാക്കി ആരുള്ളത്, -2 √7 -2 √7 -2 √7 -2 √7 എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക അല്ലേ. നമുക്കറിയാം രണ്ട് നെഗറ്റീവ്സ് നമ്മൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവിന്ന് വേറൊരു നെഗറ്റീവ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ -2 √7 -2 √7 എന്ന് പറഞ്ഞാൽ -4 √7 ആയിരിക്കും. യെസ്, -4 √7 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ വരിക, 7 - 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓർ ദിസ് ഇസ് ആക്ച്വലി -2 √7 ഡിവൈഡഡ് ബൈ 3 അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്യും. 2/3 4/6 നമുക്ക് 2/3 എന്ന് പറയാം. സോ -2 √7 ഡിവൈഡ് ബൈ 3 എന്നാക്കി മാറ്റി. ഇതാണ് നമ്മളുടെ ഫൈനൽ ഒരു റിസൾട്ട് കിട്ടുന്നത് അല്ലേ. ഇതാണ് ആക്ച്വലി എന്ത് a + b √7 എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, a + √7 b അല്ലേ, b √7. യെസ്, b √7. സോ ഇവിടെ എയും ബിയും നമുക്ക് കണ്ടുപിടിക്കാം.
എയും ബിയും കണ്ടുപിടിച്ചിട്ട് എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എയും ബിയും എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കാം, എയും ബിയും എങ്ങനെ കണ്ടുപിടിക്കാം. ഇത് ആക്ച്വലി എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ ഇത് 0 മൈനസ് 2√7 ഡിവൈഡ് ബൈ 3 എന്നല്ലേ, അല്ലെങ്കിൽ യെസ് 2/3 ഇൻറ്റു √7 ഇങ്ങനെ പറയാം. നിങ്ങൾ നോക്കാം, യെസ് ആക്ച്വലി മൈനസ് 2√7/3 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 2/3 ഇൻറ്റു √7 എന്നാണ്. അങ്ങനെയും നമുക്ക് എഴുതാം അല്ലേ. ഇനി ജസ്റ്റ് ഈ a പ്ലസ് ബി √7 ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എ ആണ് ഇവിടെയുള്ള എന്ത് 0 എന്ന് പറയുന്നത്, റൈറ്റ്. ബി ആണ് എന്ത് ഈ മൈനസ് 2/3 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടും എന്ത് എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു മൈനസ് 2/3. എയും ബിയും നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. പക്ഷേ എയും ബിയും എന്നല്ല ചോദിച്ചത്, എ ഇൻറ്റു ബി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആണ്. എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു മൈനസ് 2/3. 0 ഇൻറ്റു എനി നമ്പർ എന്ന് പറയുമ്പോൾ 0 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരിക, റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കുക, 7 5 6 എന്തെങ്കിലും ആണോ? അല്ല, നൺ ഓഫ് ദിസ് ആണ്. സോ നൺ ഓഫ് ദിസും നമുക്ക് അവിടെ ഓപ്ഷൻ ആയിട്ട് വരാം. നൺ ഓഫ് ദിസ് കാണുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ ഓപ്ഷൻ ആയിട്ട് വരില്ല എന്നൊക്കെ, റൈറ്റ്. പക്ഷേ നൺ ഓഫ് ദിസ് ആൻസർ ആയിട്ട് വരില്ല എന്ന് തോന്നാം. പക്ഷേ നൺ ഓഫ് ദിസ് ആൻസർ ആയിട്ട് വരുന്ന കേസസും ഉണ്ടാവാം. 0 ആണ് നമ്മളുടെ ആൻസർ എന്ന് മനസ്സിലാക്കാം. യെസ്, അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് തന്നാൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം, റൈറ്റ്. ഇവിടെ ഇപ്പോൾ a² മൈനസ് b² എന്നുള്ള ആ ഒരു ഫോമുലയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, റൈറ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ആക്കാം. അതായത് a പ്ലസ് ബിക്ക് പകരം ഞാൻ √a പ്ലസ് √b ഇൻറ്റു √a മൈനസ് √b സിക്കൽ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഇതിനൊക്കെ പകരം ഞാൻ റൂട്ട് ഇട്ട് കൊടുത്തു. റൂട്ട് ഇട്ട് കൊടുത്താൽ എനിക്ക് എന്ത് സംഭവിക്കും? ഇവിടെ സ്ക്വയർ ഞാൻ ഒഴിവാക്കണം. അതായത് a മൈനസ് ബി എന്നാണ് എനിക്ക് കിട്ടുക, റൈറ്റ്. യെസ്, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു എല്ലാം ഇതിൽ നിന്ന് തന്നെ വരുന്നതാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇക്വേഷൻസ് ആയിട്ട് എഴുതി തരാം. ഇനിയിപ്പോൾ √a പ്ലസ് ബി ഇൻറ്റു √a മൈനസ് ബി ഇങ്ങനെയാണെങ്കിലോ, ദിസ് ഇസ് ആക്ച്വലി a മൈനസ് b², റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ a പ്ലസ് √b ഇൻറ്റു a മൈനസ് √b ഇങ്ങനെയാണെങ്കിലോ, ദിസ് ഇസ് ആക്ച്വലി a² മൈനസ് ബി. സോ ഇങ്ങനെയുള്ള ട്രിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, റൈറ്റ്. ഇത് ആക്ച്വലി എല്ലാം ഈ ഒരു ഇക്വേഷനിൽ തന്നെ വരുന്നതാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്, റൈറ്റ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് നമ്പർ 441 ഡിവൈഡ് ബൈ 2² ഇൻറ്റു 5³ ഇൻറ്റു 7 ഹാസ് terminating decimal, non-terminating but repeating decimal, non-terminating, non-repeating, terminating after 2 places of decimals. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈ തന്നിരിക്കുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ആ ഫ്രാക്ഷൻ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഉണ്ടാവോ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഉണ്ടാവോ, അങ്ങനെയുള്ള ഒരു കേസാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം, നമുക്കറിയാം ടെർമിനേറ്റിംഗ് ഡെസിമൽ ഉണ്ടാവണമെങ്കിലും അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആവണമെങ്കിലും ഉള്ള കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയണം, റൈറ്റ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഡിനോമിനേറ്റർ നോക്കാം. തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ, അതായത് ഫ്രാക്ഷൻ്റെ സിംപ്ലിഫൈഡ് ഫോം നമ്മൾ എടുക്കണം. സിംപ്ലിഫൈഡ് ഫോമിൻ്റെ ഡിനോമിനേറ്ററിൽ ആര് വേണം? 2 and 5 ഇതിൻ്റെ പവേഴ്സ്, അല്ലെങ്കിൽ 2n ഇൻറ്റു 5m എന്നാണ് നമ്മൾ പറയാം. 2n ഇൻറ്റു 5m ഇങ്ങനെയുള്ള ഫോമിലാണ് നമ്മളുടെ ഡിനോമിനേറ്റർ കിടക്കുന്നതെങ്കിൽ ആഫ്റ്റർ ഫാക്ടറൈസേഷൻ, പ്രൈം ഫാക്ടറൈസേഷൻ്റെ ശേഷം ഡിനോമിനേറ്റർ ഇങ്ങനെ ഒരു ഫോമിലാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും ഉണ്ടാവുക, റൈറ്റ്. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇപ്പോൾ 1/2 നോക്കാം. 1/2 നിങ്ങൾ നോക്ക്. 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 0.5, റൈറ്റ്. അപ്പോൾ അവിടെ ടെർമിനേറ്റ് ആയി. പിന്നെ വേറെ ഡിജിറ്റ്സ് ഇപ്പോൾ 6, 1, 7, 1, 2, 3 ഇങ്ങനെ പറഞ്ഞ് വേറെ ഡിജിറ്റ്സ് ഒന്നും അപ്പുറത്തേക്ക് വരുന്നില്ല. ഇവിടെ ഒരു ഡിജിറ്റിൽ അവിടെ ആ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ആയി, എൻഡ് ചെയ്തു. ഓക്കെ, പക്ഷെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ √2ൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ 1.414 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് കാണുക, ടെർമിനേറ്റ് ആവാതെ പോകുന്ന നമ്പേഴ്സാണ് കാണുക. അതിനെയാണ് നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയാം, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഇതാണ്. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടു. പക്ഷേ വേറൊരു കേസ് ഉണ്ട് അല്ലേ, 0.1/3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0.33333 ഇങ്ങനെ ടെർമിനേറ്റ് ആവാതെ പോകുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സാണ്, പക്ഷേ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ. 0.423ൻ്റെ കേസൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. നോൺ ടെർമിനേറ്റിംഗ് ആണ്, അല്ല എൻഡ് ചെയ്യുന്നില്ല, പക്ഷേ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയും കേസസ് വരാം, റൈറ്റ്. യെസ്, സോ ഇങ്ങനെ ടെർമിനേറ്റിംഗ് ആണെങ്കിലും നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിലും അത് റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ,
ആൻഡ് ഓൾസോ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. യെസ്, നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിലും നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ ആണെങ്കിലും അത് റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് നോട്ട് റിപ്പീറ്റിംഗ് എന്നാണെങ്കിൽ അത് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഒരു നമ്പർ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്നോ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഡിനോമിനേറ്റർ, അതായത് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതുക, ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലാക്കി മാറ്റുക. എന്നിട്ട് അതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ ആര് വേണം? 2n × 5m ഇങ്ങനെ ഒരു ഫോമിലായിരിക്കണം ഡിനോമിനേറ്റർ ഉണ്ടാവേണ്ടത്. വേറെ ഏത് പ്രൈം നമ്പേഴ്സ് വന്നാലും എന്താണ് അവിടെ നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉണ്ടാവുക. ഇവർ രണ്ടാളും മാത്രമാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. സോ ഇതിൻ്റെ ഡിനോമിനേറ്റർ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഇവിടെ 2² 5³ പിന്നെ 7 കൂടെ ഉണ്ട്. 7 കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായിരിക്കും? ഇതെന്തായാലും ടെർമിനേറ്റിംഗ് അല്ല. കാരണം എന്താ? വേറെ ഒരു പ്രൈം നമ്പർ വന്നല്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് എന്ത് വേണം? 2ഉം 5ഉം മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ എയ്തർ 2 മാത്രം വരാം, അല്ലെങ്കിൽ 5 മാത്രം വരാം, അല്ലെങ്കിൽ 2ഉം 5ഉം ഒരുമിച്ച് വരാം. ഇങ്ങനെയൊക്കെ വന്നാലും ടെർമിനേറ്റിംഗ് ആണ്. വേറെ ആര് വന്നാലും എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ 2² 5³ 7 വന്നു അല്ലേ ഡിനോമിനേറ്ററിൽ. അപ്പോൾ ഇതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. ബട്ട് നിങ്ങളിത് ആക്ച്വലി സിംപ്ലിഫൈഡ് ഫോം ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 441 എന്ന് പറഞ്ഞാൽ എന്താ? 441 എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. റൈറ്റ്. സോ 441 ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യാണ്. 441 ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റൈറ്റ്, എനിക്കറിയാം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 2 കൊണ്ട് പറ്റില്ല, പക്ഷേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ 1 14 4 12 21 7 147 എന്ന് കിട്ടും. എഗെയിൻ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14 4 റൈറ്റ്, 27 9 49 എനിക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 എന്ന് കിട്ടും. സോ 441 ഈസ് ആക്ച്വലി 3² × 7². 441 എന്ന് പറഞ്ഞാൽ 3² × 7². 3² × 7². അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിനെ ആക്ച്വലി നമുക്ക് മാറ്റി എഴുതാം അല്ലേ? 441 ഡിവൈഡഡ് ബൈ 2² × 5³ × 7. ദിസ് ഈസ് ഈക്വൽ ടു 441 നമ്മൾ പറഞ്ഞു 3² × 7² ആണ്. സോ 3² × 7² ഡിവൈഡഡ് ബൈ 2² × 5³ × 7 എന്ന് വരും. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെയുള്ള ഈ 7ഉം മുകളിൽ നിന്ന് സ്ക്വയറിലെ ഒരു 7ഉം എനിക്ക് കട്ട് ചെയ്യാം. ആഫ്റ്റർ കട്ടിങ് എനിക്ക് എന്താ കിട്ടുക? 3² × 7 ഡിവൈഡഡ് ബൈ 2² × 5³. യെസ്. ഇനി ആരെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? 3² 7ഉം 2² 5³ ഇല്ല, ആരെയും ക്യാൻസൽ ചെയ്യാനില്ല. സോ ഇത് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റി ആ ഫ്രാക്ഷനെ. ഇനി ഡിനോമിനേറ്ററിൽ ആരൊക്കെ ഉണ്ട് നോക്കുക? 2² × 5³ ഏത് ഫോമില? 2n × 5m. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ഉണ്ടാവുക. ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയിരിക്കും എ ടെർമിനേറ്റിംഗ് ഡെസിമൽ. ഇനി ഇവിടെ ഈ ഒരു സിംപ്ലിഫൈഡ് ഫോമിൽ താഴെ ആര് വന്നു? താഴെ ഒരു 7 വന്നു. അല്ല, താഴെ 7 അല്ല, താഴെ ഒരു 11 വന്നു. സിംപ്ലിഫൈഡ് ഫോമിൽ താഴെ ഒരു 11 വന്നു. എന്ത് സംഭവിക്കും? ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ടാവും. റൈറ്റ്. താഴെ ഒരു 3³ എന്നൊന്ന് വിചാരിക്കാം. 3³ താഴെ 3³ എന്നാൽ എന്താ സംഭവിക്കുക? ഇവിടുന്ന് ക്യൂബും ഇവിടുന്ന് സ്ക്വയറും ക്യാൻസൽ ആവും. താഴെ ഒരു 3 ബാക്കി ഉണ്ടാവും അല്ലേ? താഴെ 3 ബാക്കി ഉണ്ടായാലും എന്ത് സംഭവിക്കും? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. റൈറ്റ്. സോ 2 5 ആണെങ്കിൽ മാത്രമാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ടാവുന്നത് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മൂവിങ് ഓൺ. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കിട്ടുകയാണെങ്കിൽ, ആൻസർ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? എന്തായാലും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ലൈക്ക് ആരൊക്കെയാണ് ഇത് ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നോക്കട്ടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. യെസ്. ഓക്കെ, മൂവിങ് ഓൺ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. വാട്ട് ഈസ് ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -10 ഓൺ ദി നമ്പർ ലൈൻ? നമ്പർ ലൈനിൽ -10ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? -10. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ 2 ലൈൻ വരച്ചു കൊടുക്കുക അല്ലേ? ഇങ്ങനെ. ഇതാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -10 എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -10 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 10 ആണ്. റൈറ്റ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 7 ആണ്. ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 10 എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാലോ അതും 10 തന്നെയാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 7 എന്ന് പറഞ്ഞാലോ അതും 7 തന്നെയാണ്. ഓക്കെ, സോ നെഗറ്റീവ് നമ്പേഴ്സിന് നമ്മൾ ഈ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഉള്ളിൽ കൊടുത്താൽ എന്ത് കിട്ടും? നമുക്ക് റിസൾട്ട് ആയിട്ട് ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സിന് കൊടുത്താൽ പോസിറ്റീവ് നമ്പർ കിട്ടും. ഇനി ഇവിടെ നമ്പർ ലൈൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ മെൻഷൻ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
റൈറ്റ്. സോ ഞാനൊരു നമ്പർ ലൈൻ വരച്ചു. ഇവിടെ അബ്സല്യൂട്ട് വാല്യൂവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 0യും -10ഉം. നമുക്കറിയാം 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 അങ്ങനെ പോകുന്നുണ്ടാവും. ഇങ്ങോട്ടേക്ക് ആരുണ്ടാവും? -1, -2, -3 ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ കുറേ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ -10നെ നമുക്ക് കാണാം. റൈറ്റ്. സോ -10ലേക്ക് ആക്ച്വലി ഉള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾ നോക്കാം. -10ലേക്ക് 0 എന്നുള്ള ഡിസ്റ്റൻസ് കേട്ടോ, 0 എന്ന് -10ലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര യൂണിറ്റ്സ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് 1 യൂണിറ്റ്, ഇങ്ങോട്ടേക്ക് 2 യൂണിറ്റ്, 3 യൂണിറ്റ്സ്, 4 അങ്ങനെ പോയി 10 യൂണിറ്റ്സ് കഴിയുമ്പോഴാണ് നമ്മൾ -10ൽ എത്തുക. അതാണ് ഇതിൻ്റെ മീനിങ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -10 ഓൺ ദി നമ്പർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് -10ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിന് നമ്മൾ അബ്സല്യൂട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ -10 എന്ന് പറയൂല, +10 എന്നാ പറയാം. അതുകൊണ്ടാണ് അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എടുക്കുന്നത്. റൈറ്റ്. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അത് ആ അബ്സല്യൂട്ട് വാല്യൂക്ക് നമ്മളൊരു നെഗറ്റീവ് നമ്പർ കൊടുത്താൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ +10 അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. റൈറ്റ്. ഇനി ഇവിടെ നമ്പർ ലൈനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ റാഷണൽ നമ്പേഴ്സ് പറഞ്ഞല്ലേ, ഫ്രാക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഫ്രാക്ഷൻസിനൊക്കെ നമ്പർ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1/2 ആണെങ്കിൽ നമുക്കറിയാം 0ൻ്റെയും 1ൻ്റെയും കറക്റ്റ് മിഡിൽ ഇവിടെയാണ് 1/2 വരിക. റൈറ്റ്. ഇനി എന്താണ് 0, ഇവിടെ 3 ഉണ്ട്. നമുക്കറിയാം എത്രയാണ് 3/2 ആണെങ്കിൽ അല്ലെങ്കിൽ 5/2 ആണെങ്കിൽ നമുക്കറിയാം 2.5 ആണ്. സോ ഇവിടെയാണ് എന്ത് വരിക? 5/2. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്പർ ലൈനിൽ എന്ത് ചെയ്യാൻ അറിയണം? ആ ഒരു ഫ്രാക്ഷൻസിനെ മാർക്ക് ചെയ്യാനും ആ ഒരു നമ്പർ ലൈനിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. റൈറ്റ്. ആൻഡ് യെസ്, ഇവിടെ നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എന്താണ് 3യും -2, 3 and -2 ഇവ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? 3യും -2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു. നമ്മൾ നേരത്തെ 0യും -10ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞു. അതേപോലെ 3യും -2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആക്ച്വലി അതെന്താണ്? ഇവിടെയാണ് 3 ഉള്ളത്. -2ലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ -2 ഇവിടെയാണുള്ളത്. 3ലേക്ക് പോകുമ്പോൾ 1, 2, 3, 4, 5 യൂണിറ്റ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അത് നമുക്ക് ഈ 3 -2 ഇനി വലിയ നമ്പേഴ്സ് നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചൊരു 250യും -600ഉം ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ, ഡിസ്റ്റൻസ് 250 and -600 ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാലോ നമുക്ക് ഓരോന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു 3 -2ൻ്റെ ഡിഫറൻസിൻ്റെ അല്ലെങ്കിൽ 3 -2 ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഡിഫറൻസ് എടുക്കാം. റൈറ്റ്. 3 -2ൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 -2 ആ ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്. ഓക്കെ, 3 -2 അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 3 -2 എന്ന് പറഞ്ഞാൽ 3 + 2 ആണ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5 എന്ന് കിട്ടും. യെസ്. അതായത് ഇപ്പോൾ എയും ബിയുമാണ് 2 നമ്പേഴ്സ് എങ്കിൽ അത് തമ്മിൽ നമ്പർ ലൈനിലുള്ള ഡിസ്റ്റൻസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് A - B കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്പർ ലൈനിൽ 235ഉം -125 ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇത് എയും ഇത് ബിയും ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഞാൻ തിരിച്ചെടുക്കുന്നത് ഇത് എയും ഇത് ബി ആയിട്ട് എടുത്തു. അപ്പോൾ എന്ത് കിട്ടും? -125 നമുക്കറിയാം A - Bൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്. സോ -125 -235 എന്ന് വരും ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. ദിസ് ഈസ് ഈക്വൽ ടു -125ഉം 235ഉം കൂടെ നിങ്ങൾ ആഡ് ചെയ്യാം. റൈറ്റ്. സോ 360 -360 എന്ന് വരും ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. ദിസ് ഈസ് ഈക്വൽ ടു 360. സോ 360 യൂണിറ്റ്സ് ആയിരിക്കും അവിടുത്തെ നമ്പർ ലൈനിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. യെസ്. അതേപോലെ നമ്പർ ലൈനിൽ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 0 ഉണ്ട്, 1, 2, 3 അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ -1, -2, -3, -4. റൈറ്റ്. സോ ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ 2ൻ്റെയും 4ൻ്റെയും മിഡ് പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈസിലി പറയാൻ പറ്റും. 3 ആണ് ഇവിടെ 2ൻ്റെയും 4ൻ്റെയും മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ ഞാൻ 0ൻ്റെയും 4ൻ്റെയും മിഡ് പോയിന്റ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കുക, 0ൻ്റെയും 4ൻ്റെയും മിഡ് പോയിന്റ് അതെന്താണ്? 2 ആണ് ആ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത് അല്ലേ? അങ്ങനെ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ആ വലിയ നമ്പേഴ്സിൻ്റെ മിഡ് പോയിന്റ് ചോദിച്ചാലോ അല്ലേ? അപ്പോൾ 500ഉം -200ഉം അത് തമ്മിലുള്ള അതിൻ്റെ ഒരു മിഡ് പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? ഇപ്പോൾ 1ൻ്റെയും 3ൻ്റെയും മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1ന്ന്
2ലേക്ക് സെയിം ഡിസ്റ്റൻസ് ആണ്, 3 ഇന്നും 2ലേക്ക് സെയിം ഡിസ്റ്റൻസ് ആണ്, റൈറ്റ്. സോ അതേപോലെ ഇപ്പോൾ 0യും 4ഉം തമ്മിലുള്ള മിഡ് പോയിന്റ് ആണ് ചോദിച്ചെങ്കിൽ 0 ഒന്ന് 2ലേക്കും 4 എന്ന് 2ലേക്കും 0 ഒന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്, റൈറ്റ്. അങ്ങനെയുള്ളതാണ് മിഡ് പോയിന്റ് വരെ അല്ലേ, കറക്റ്റ് മിഡിലായിട്ട് വരുന്ന ആ ഒരു നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് എന്നാൽ എങ്ങനെ നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റാം? ഒന്നുമില്ല, ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള മിഡ് പോയിന്റ് ആണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു അല്ലേ, ഡിസ്റ്റൻസ് എ മൈനസ് ബി ആണ്, റൈറ്റ്. ഇനിയിപ്പോൾ മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എ കോമ ബി ഈ രണ്ട് നമ്പേഴ്സിൻ്റെ മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ബൈ 2 ആണ് മിഡ് പോയിന്റിൻ്റെ ഫോർമുല, റൈറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ പറഞ്ഞു 1ൻ്റെയും 3ൻ്റെയും മിഡ് പോയിന്റ് 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1 + 3/2 ചെയ്ത് നോക്കുക, എത്ര കിട്ടുക? 4/2 2 ആണ് നമുക്ക് കിട്ടുക, കറക്റ്റ് ആണ്, റൈറ്റ്. 0ൻ്റെയും 4ൻ്റെയും മിഡ് പോയിന്റ് 2 ആണെന്ന് പറഞ്ഞു, റൈറ്റ്. അതെങ്ങനെയാണ്? 0 + 4 4/2 2 ആണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -3ൻ്റെയും 1ൻ്റെയും മിഡ് പോയിന്റ് എന്തായിരിക്കും? -3 and 1 ചെയ്ത് നോക്കാം. -3 + 1 / 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. നോക്കി നോക്ക്, -3ൻ്റെയും 1ൻ്റെയും മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആരാ വരുന്നത്? -1 തന്നെയാണ് വരുന്നത്. സോ ഈ ഒരു ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. യെസ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സിലബസ് അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇനി സിലബസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതൊക്കെ ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സിലബസ് എന്താണെന്നൊക്കെ നമ്മളുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഓക്കെ, സോ എന്ത് ചെയ്യുക, പുതിയ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. NSMC എന്ന് പറഞ്ഞ ഒരു നാഷണൽ ലെവൽ എക്സാം നടക്കുന്നുണ്ട്. സോ അതിനെല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മളും നിങ്ങളുടെ കൂടെ കട്ടക്ക് സപ്പോർട്ടിനുണ്ട്. എന്താവശ്യത്തിനും എന്ത് ക്ലാസ്സിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ എന്തുണ്ടാവും, നമ്മളിവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകാം, റൈറ്റ്. യെസ്, അപ്പോൾ NSMC ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നമ്മളുടെ NSMCക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ഇവിടെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ ഓൾ.